കാർഡ്സ് നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കാർഡ്സിനെ സംബന്ധിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും കാർഡ്സ് കളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ജസ്റ്റ് ആ കൺസെപ്റ്റ് എന്താണെന്ന് പരിചയപ്പെടാം. നമ്മൾ പ്രോബബിലിറ്റിയിൽ കുറച്ചധികം പ്രോബ്ലംസ് നമ്മൾ ഇത് വെച്ചുകൊണ്ട് സാധാരണ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം കാർഡ്സ് എന്ന് പറയുമ്പോൾ മൊത്തം 52 കാർഡ്സാണുള്ളത്. അതെല്ലാവർക്കും അറിയായിരിക്കും. അതിൽ 4 കാറ്റഗറിയാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഡയമണ്ട്, ആ ഷേപ്സ് അതുപോലെ പറ്റുന്ന പോലെ വരച്ചിട്ടുണ്ട്. എനിക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമായിരിക്കും. ഡയമണ്ടാണ്, ഡയമണ്ട് ഷേപ്പിലായിരിക്കും. ഹാർട്ട്, ദെൻ ക്ലബ്ബ്, ദെൻ സ്പെയ്ഡ്. 4ൻ്റെയും ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഇനി ഡയമണ്ട് ആൻഡ് ഹാർട്ട്, ഇത് രണ്ടും റെഡ് കളേർഡ് കാർഡാണ്. ദെൻ ക്ലബ് ആൻഡ് സ്പെയ്ഡ് രണ്ടും ബ്ലാക്ക് കളേർഡ് കാർഡാണ്. ഇനി ഓരോ കാറ്റഗറിയും, അതായത് ഡയമണ്ട്, ഹാർട്ട്, ക്ലബ്, സ്പെയ്ഡ്, ഈ 4ഉം 13 കാർഡ്സ് വീതമാണുള്ളത്. അങ്ങനെയാണ് 52 കാർഡ്സ് ആവുന്നത്, റൈറ്റ്? സോ ഡയമണ്ട് 13, ഹാർട്ട് 13, ക്ലബ് 13 ആൻഡ് സ്പെയ്ഡ് 13, റൈറ്റ്? ഇനി ഓരോ 13 കാർഡ്സിലും ഡയമണ്ട് എടുക്കുകയാണെങ്കിലും ഹാർട്ട് എടുക്കുകയാണെങ്കിലും ക്ലബ് എടുക്കുകയാണെങ്കിലും സ്പെയ്ഡ് എടുക്കുകയാണെങ്കിലും അതിൽ തന്നെ അതിൽ കാണിച്ചിരിക്കുന്നത്, ഇപ്പം ഡയമണ്ടിന് നോക്കുകയാണെങ്കിൽ KQJ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഓരോ 13 കാർഡുകളിലും ഈ പറയുന്ന 4 കാർഡുകൾ എന്തായാലും ഉണ്ടായിരിക്കും. K എന്ന് പറഞ്ഞാൽ അവിടെ കിങ് ആണ് കാണിച്ചിരിക്കുന്നത്. Q എന്ന് പറഞ്ഞാൽ ക്യൂനാണ്. J എന്ന് പറഞ്ഞാൽ ജാക്കാണ്. ദെൻ എയ്സ്. അപ്പം ഈ 4 കാർഡ്സും ഈ 13 കാർഡ്സിൽ 13 കാർഡ്സിലും കോമൺ ആയിട്ട് വരുന്നതാണ്. അതായത് ഡയമണ്ടിലും കിങ് ഉണ്ടാവും, ക്യൂൻ ഉണ്ടാവും, ജാക്ക് ഉണ്ടാവും, എയ്സ് ഉണ്ടായിരിക്കും. അതുപോലെ ഹാർട്ടിലും കിങ് ഉണ്ടായിരിക്കും, ക്യൂൻ ഉണ്ടായിരിക്കും, ജാക്ക് ഉണ്ടായിരിക്കും, എയ്സ് ഉണ്ടായിരിക്കും. ദെൻ ക്ലബിലും കിങ്, ക്യൂൻ, ജാക്ക്, എയ്സ്. ദെൻ സ്പെയ്ഡ് കിങ്, ക്യൂൻ, ജാക്ക്, എയ്സ്. അപ്പോൾ ഈ 13 കാർഡുകളിലും ഈ KQJ ആൻഡ് A, അതായത് കിങ്, ക്യൂൻ, ജാക്ക്, എയ്സ്, ഈ 4ഉം കോമൺ ആണ്. പിന്നെ ബാക്കിയുള്ളത് നമ്പേർഡ് കാർഡ്സ് ആണ്. അതായത് സ്റ്റാർട്ടിങ് ഫ്രം 2 ദെൻ 10 വരെ. അപ്പം 2-ൽ തുടങ്ങി 10-ൽ അവസാനിക്കുന്ന 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം 2 മുതൽ 10 വരെ നമ്പറുകളുള്ള കാർഡ്സാണ് ഈ കിങ്, ക്യൂൻ, ജാക്ക്, എയ്സ്, ഈ 4 കാർഡുകൾക്കും പുറമെ ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് ഓരോ കാറ്റഗറിയിലും 13 കാർഡ്സ് ആവുന്നത്, റൈറ്റ്? അപ്പോൾ ഇതാണ് കാർഡിൻ്റെ ജനറൽ കൺസെപ്റ്റ്. മൊത്തം 52 കാർഡ്സാണ്. 4 കാറ്റഗറി ഓഫ് കാർഡ്സ് ആണുള്ളത്. ഡയമണ്ട്, ഹാർട്ട്, ക്ലബ്, സ്പെയ്ഡ്. ഈ 4 കാറ്റഗറിയിലും 13 കാർഡ്സ് ഉൾക്കൊള്ളുന്നതാണ്. അല്ലെങ്കിൽ 13 ഗ്രൂപ്പ്, 4 ഗ്രൂപ്പുകളിൽ ഓരോ ഗ്രൂപ്പുകളിലും 13 കാർഡ്സ് ഉണ്ടായിരിക്കും. ഇനി ആ 13 കാർഡ്സിൽ ഓരോ ഗ്രൂപ്പിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് കിങ്, ക്യൂൻ, ജാക്ക്, എയ്സ്. ദെൻ നമ്പേർഡ് കാർഡ്സ് സ്റ്റാർട്ടിങ് ഫ്രം 2 ആൻഡ് എൻഡ്സ് ഇൻ 10. ഓക്കെ, ഇതാണ് കാർഡ്സിൻ്റെ ജനറൽ കൺസെപ്റ്റ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ജസ്റ്റ് നമ്മൾ പ്രോബബിലിറ്റിയിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നതുകൊണ്ട് അറിഞ്ഞിരിക്കുക എന്ന് മാത്രം. ഓക്കെ, ഇനി റെഡ് കാർഡ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയമണ്ട് ആൻഡ് ഹാർട്ടാണ്. അപ്പം ഡയമണ്ട് കാർഡ്സ് മൊത്തം 13,
ഹാർട്ടിൻ്റെ കാർഡ്സ് 13, മൊത്തം 26 റെഡ് കാർഡ്സ് ഉണ്ടായിരിക്കുക. ബ്ലാക്ക് കാർഡ്സും അതുപോലെ ക്ലബ്ബ് 13, സ്പെയ്ഡ് 13, സോ 26. ഓക്കെ, സോ 4 × 13 52, ടോട്ടൽ 52 കാർഡ്സ്, റൈറ്റ്. അപ്പം എത്ര കിങ് കാർഡ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡയമണ്ടിൽ ഒന്നുണ്ടായിരിക്കും, ഹാർട്ടിൽ ഒന്നുണ്ടായിരിക്കും, ക്ലബിൽ ഒന്നുണ്ടായിരിക്കും, സ്പെയ്ഡിൽ ഒന്നുണ്ടായിരിക്കും. അപ്പം ടോട്ടൽ 4 കിങ് കാർഡ്സ് ആയിരിക്കും. അതുപോലെ ക്യൂൻ ഈ പറയുന്ന 4 കാറ്റഗറിയിലും ഡയമണ്ടിലും ഹാർട്ടിലും ക്ലബിലും സ്പെയ്ഡിലും കോമൺ ആണ്. സോ ക്യൂൻ 4 കാർഡ്സ് ആയിരിക്കും. ജാക്ക് അഗൈൻ 4 കാർഡ്സ് ആയിരിക്കും ഔട്ട് ഓഫ് 52. ദെൻ എയ്സും ഇതുപോലെ 4 കാർഡ്സാണ് ഉണ്ടാവുക ഔട്ട് ഓഫ് 52, റൈറ്റ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ ഐഡിയ എന്ന് പറയുന്നത്. നമുക്ക് സിംപ്ലി കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. സോ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത്, എ കാർഡ് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രോം എ പാക്ക് ഓഫ് 52 കാർഡ്സ്. ദ പ്രോബിലിറ്റി ദാറ്റ് കാർഡ് ഡ്രോൺ ഈസ് ഈദർ സ്പെയ്ഡ് ഓർ ഡയമണ്ട്. അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരു 52 കാർഡുകളുള്ള അതിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്നു. ആ എടുത്ത കാർഡ് സ്പെയ്ഡ് അല്ലെങ്കിൽ ഡയമണ്ട് ആവാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പഠിച്ചു, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് P ഓഫ് A യൂണിയൻ B ഈക്വൽ ടു P ഓഫ് A പ്ലസ് P ഓഫ് B. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇവൻറ്റിൻ്റെ ഹാപ്പനിങ്ങിനെ, ഒരു ഇവൻറ്റ് സംഭവിക്കുന്നത് മറ്റൊരു ഇവൻറ്റ് തടയുകയാണെങ്കിൽ, അതായത് സിംപ്ലി ഏതെങ്കിലും ഒരു ഇവൻറ്റേ സംഭവിക്കുള്ളൂ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ അത്തരത്തിലുള്ള ഇവൻറ്റിനാണ് നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവൻറ്റ് എന്ന് പറയുക. സോ ഇവിടെ നമ്മൾ വായിച്ചാൽ തന്നെ നമുക്കറിയാം, എയ്തർ സ്പെയ്ഡ് ഓർ ഡയമണ്ട് ഒന്നെടുക്കുന്നു, ഒരു കാർഡാണ് എടുക്കുന്നത്. സോ എന്തായാലും മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണ്, കാരണം ഏതെങ്കിലും ഒന്നേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം അതിന് ചോദിച്ചിരിക്കുന്നത് സ്പെയ്ഡ് അല്ലെങ്കിൽ ഡയമണ്ട് കിട്ടാനുള്ള സാധ്യത എത്രയാണ്. അപ്പം നമ്മൾ എ കിട്ടുന്നത്, എ എന്ന് പറയുന്നത് ഇവിടെ സ്പെയ്ഡായിട്ട് എടുക്കുകയാണ്. അതുപോലെ ബി എന്ന് പറയുന്നത് ഡയമണ്ട് ആക്കി എടുക്കുകയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എയ്തർ സ്പെയ്ഡ് ഓർ ഡയമണ്ട് എന്നുള്ളത് P ഓഫ് A യൂണിയൻ B എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അഡീഷൻ ലോ വെച്ചുകൊണ്ട് നമുക്ക് P ഓഫ് A പ്ലസ് P ഓഫ് B എന്ന് എഴുതാം. അപ്പം P ഓഫ് A എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പെയ്ഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ മൊത്തം 52 കാർഡ്, അതിൽ എത്ര കാർഡാണ് സ്പെയ്ഡ് ഉള്ളത്? 13 കാർഡ്സാണ് ഉള്ളത്, റൈറ്റ്. സോ 52 റൈറ്റ്. അപ്പം 13/52 പ്ലസ് ഇനി P ഓഫ് B, അതായത് ഡയമണ്ട് കിട്ടാനുള്ള അഗൈൻ എത്രയാണ്? 13 ആണ്. 13/52. സ്പെയ്ഡും 13 ആണ്, ഡയമണ്ടും 13 ആണ്. സോ നമുക്ക് കിട്ടുന്നത് 26/52. ആൻസർ എന്തായിരിക്കും? 1/2. സോ എയ്തർ സ്പെയ്ഡ് അല്ലെങ്കിൽ ഡയമണ്ട് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. അടുത്തത്, ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് ആൻ എയ്സ് ഓർ സ്പെയ്ഡ് ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ്. അപ്പം അഗൈൻ ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് ആൻ എയ്സ് ഓർ സ്പെയ്ഡ് ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അഗൈൻ 52 കാർഡ്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എയ്സ് അല്ലെങ്കിൽ സ്പെയ്ഡ് കിട്ടാനുള്ള സാധ്യത എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്പെയ്ഡ് അല്ലെങ്കിൽ
എയ്സ് കിട്ടാനുള്ള സാധ്യത. ഇവിടെ എത്ര എണ്ണമാണ് എടുക്കുന്നത്, ഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അറ്റ് എ ടൈമിൽ ഒന്നൊക്കെയാണ് എടുക്കുന്നത് നമുക്കറിയാം, അത് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണ്. കാരണം നമുക്ക് ഏതെങ്കിലും ഒന്നേ അറ്റ് എ ടൈമിൽ കിട്ടുള്ളൂ. സോ ഇവിടെ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് അല്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ആൻ എയ്സ് ഓർ സ്പെയ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, റൈറ്റ്. സോ ഇവിടെ എന്താണ്, മ്യൂച്വൽ എക്സ്ക്ലൂസീവ് അല്ല. സോ അതായത് പി ഓഫ്, ഇപ്പം എ എന്ന് പറയുന്നത് നമ്മൾ ഗെറ്റിംഗ് എ എയ്സ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ സ്പെയ്ഡ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ വിളിച്ചിരിക്കുന്നത് എയ്സ് അല്ലെങ്കിൽ സ്പെയ്ഡ് കിട്ടാനുള്ള സാധ്യത. സോ പി ഓഫ് എ ഓർ ബി എന്ന് പറയാം, സിംപ്ലി പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയാം. സോ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അഡീഷൻ തിയറം അല്ലെങ്കിൽ അഡീഷൻ ഫോർമുല നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് എങ്ങനെയാണ്, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ്, റൈറ്റ്. അപ്പം നമുക്കറിയാം എയ്സ്, ഇത് എ എന്ന് പറയുന്നത് എയ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പം നമുക്കറിയാം മൊത്തം എത്രയാണ്, 52 കാർഡാണ്. അതിൽ 13 എയ്സ് കിട്ടാനുള്ള, അല്ലെങ്കിൽ 13 എയ്സ് ആണുള്ളത്. സോ നമുക്ക് പ്രോബബിലിറ്റി വൈസ് 13/52 എന്ന് പറയാം. ദെൻ പി ഓഫ് ബി ആണെങ്കിൽ അഗെയിൻ എയ്സ് എന്ന് പറയുന്നത് 4 ആണ്, റൈറ്റ്. 4 നമുക്കറിയാം. ഓരോ ഗ്രൂപ്പിലും ഡയമണ്ട് ഹാർട്ട് ക്ലബ് സ്പേഡിലും 4 ഓരോ എയ്സ് ഉണ്ടായിരിക്കും, മൊത്തം 4 എയ്സ്. അപ്പം 4/52 പ്ലസ് പി ഓഫ് ബി സ്പെയ്ഡ് നമുക്കറിയാം 13 ആണ്. 13/52 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, റൈറ്റ്. അത് നമുക്ക് 1/52 എന്ന് എഴുതാം. സോ അങ്ങനെ ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 16/52 ഈക്വൽ ടു 4/13 കിട്ടും. അടുത്ത, കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ ബ്ലാക്ക് കാർഡ്, എ കിങ്, എ ക്യൂൻ, എ സ്പെയ്ഡ്, എ കിങ് ഓർ ക്യൂൻ. ഇതിപ്പോൾ നമ്മൾ കാർഡ്സിൻ്റെ ഐഡിയ നമുക്ക് കറക്റ്റ് കിട്ടിയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ടോട്ടൽ കാർഡ്സ് എന്ന് പറയുന്നത് 52 ആണ്. 52 കാർഡ്സ് ആണുള്ളത്. സോ ഒന്നാമത്തെ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് കാർഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാം, മൊത്തം സ്പെയ്ഡും ക്ലബും കൂടിയാണ് നമുക്ക് ബ്ലാക്ക് കാർഡ്സ് വരുന്നത്. അപ്പം ഓരോന്നും 13 ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 26 കാർഡ്. അപ്പം 26/52 വേണമെങ്കിൽ 1/2 എന്ന് എഴുതാം, റൈറ്റ്. അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ കിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോയിങ് എ കിങ് നമുക്കറിയാം ഓരോ സെറ്റ് അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയിലും ഓരോന്നാണുള്ളത്, ഓരോ കിങ് ഉണ്ട്. അപ്പോൾ മൊത്തം 4 കിങ്, 4/52 വേണമെങ്കിൽ 1/13 എന്നൊക്കെ എഴുതാം, റൈറ്റ്. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ക്യൂൻ. ഒരു ക്യൂൻ ഡ്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി അഗൈൻ ഔട്ട് ഓഫ് 52 ക്യൂൻ എത്രയാണ്, ഓരോ കാറ്റഗറിയിലും ഓരോ ക്യൂൻ വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഡയമണ്ട് ഹാർട്ട് ക്ലബ് സ്പെയ്ഡ്, അപ്പം 4 കാറ്റഗറിയിലും ഓരോ ക്യൂൻ ആകുമ്പോൾ മൊത്തം 4, 4/52 ദാറ്റ് ഇസ് 1/13, റൈറ്റ്. ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ സ്പെയ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പെയ്ഡ്
സ്പെയ്ഡും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം 4 കാറ്റഗറീസ് ഉണ്ട്. ഡയമണ്ട് 13, ഹാർട്ട് 13, ക്ലബ് 13 ആൻഡ് സ്പെയ്ഡ് 13, റൈറ്റ്? അപ്പം സ്പെയ്ഡ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം 13/52 എന്ന് എഴുതാം. അയക്കാൻ വേണമെങ്കിൽ 1/4 എന്ന് എഴുതാം. 5 പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സ്പെയ്ഡ് കിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പെയ്ഡ് കിങ് അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടോട്ടൽ 52 കാർഡ്സ്. അതിൽ സ്പെയ്ഡ് കിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്പെയ്ഡിലെ കിങ്. മൊത്തം സ്പെയ്ഡ് എത്ര? 13 കാർഡാണ്. അതിൽ ഒരു കിങ് ഉണ്ടാവുക. അപ്പം 1/52. പിന്നെ അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് കിങ് ഓർ ക്യൂൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. പറയും മൊത്തം 52 കാർഡ്സാണ്. ടോട്ടൽ 4 കിങ് ഉണ്ടായിരിക്കും പ്ലസ് 4 ക്യൂൻ ഉണ്ടായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ 8/52. ഓക്കെ.